ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരു ചോദ്യം, അതിന്റെ എന്തെങ്കിലും ഗുണം നമ്മുടെ പേഴ്സിലോ ബാങ്ക് അക്കൗണ്ടിലോ കാണുന്നുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ഈ വലിയ തലക്കെട്ടുകളും നമ്മുടെ സാധാരണ ജീവിതവും തമ്മിൽ എന്തുകൊണ്ടാണൊരു ബന്ധവും തോന്നാത്തതെന്ന് നമുക്കൊന്ന് ലളിതമായിട്ട് നോക്കാം. ദേ, ഇതാണ് ആ വാർത്ത. ഈ ഒരു വലിയ ആവേശകരമായ തലക്കെട്ട് നിങ്ങളിൽ പലരും ഈ അടുത്തായിട്ട് കണ്ടിട്ടുണ്ടാകും. ശരിയാണ്, കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ അഭിമാനം തോന്നുന്നൊരു വാർത്ത തന്നെയാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഈ തലക്കെട്ടൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നൊരു സംശയമുണ്ട്. രാജ്യം ഇത്രയൊക്കെ വളരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സാധാരണക്കാരായ നമുക്ക് അതിന്റെ ഗുണമൊന്നും കിട്ടാത്തത്? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത്. അപ്പോ ശരിക്കും എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നില്? എന്താണവിടെ സംഭവിച്ചത്? നമുക്കതൊന്ന് പൊളിച്ചെടുക്കി നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഈ കാണുന്ന മുന്നേറ്റമെന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക കണക്കുകൾ അമേരിക്കൻ ഡോളറിൽ അളന്നപ്പോഴുണ്ടായ ഒരു മാറ്റം മാത്രമാണ്. അല്ലാതെ ഇന്ത്യയിലെ എല്ലാവരുടെയും ശമ്പളം ഒറ്റ രാത്രി കൊണ്ട് കൂടിയെന്നോ നമ്മളെല്ലാം പെട്ടെന്ന് പണക്കാരായി എന്നോ ഇതിനർത്ഥമില്ല. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും കറൻസിയുടെ മൂല്യമാണ്. ജപ്പാന്റെ കറൻസിയായ യെൻ ഡോളറുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടിടിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ GDP ഡോളറിൽ കണക്കാക്കിയപ്പോൾ ചെറുതായിപ്പോയി. പക്ഷേ ഇന്ത്യൻ രൂപ അത്രയൊന്നും ഇടിഞ്ഞില്ല. അതോടെ നമ്മൾ കണക്കുകളിൽ മുന്നോട്ട് കയറി. പിന്നെ നമ്മുടെ വലിയ ജനസംഖ്യയും ജപ്പാനേക്കാൾ വേഗത്തിലുള്ള വളർച്ചാ നിരക്കും ഇതിന് സഹായിച്ചു. ഇത്രയും നേരം നമ്മളെ GDP എന്ന് കേട്ടല്ലോ. സത്യത്തിൽ എന്താണ് ഈ GDP? നമുക്കതിന്റെ ബേസിക്സ് എന്താണെന്നൊന്ന് നോക്കാം. ഇതാണ് GDPയുടെ ഒരു പുസ്തകത്തിലെ നിർവചനം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വർഷം നമ്മുടെ രാജ്യത്തിനകത്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുടെയും, അതായത് കാറുകൾ മുതൽ സോപ്പ് വരെ, പിന്നെ എല്ലാ സേവനങ്ങളുടെയും, ഡോക്ടറുടെ സേവനം മുതൽ സിനിമാ ടിക്കറ്റ് വരെ, ഇതിന്റെ എല്ലാം കൂടി ആകെ തുകയാണ് GDP. നമുക്ക് GDPയെ പല നിറങ്ങളിലുള്ള 4 3D ബ്ലോക്കുകൾ ചേർത്തുവെച്ച ഒരു കെട്ടിടം പോലെ സങ്കല്പിക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ദേ, ഈ കാണുന്ന ഏറ്റവും വലിയ നീല ബ്ലോക്കാണ് ഉപഭോഗം. അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി ചെലവാക്കുന്ന പണം. അതിനു മുകളിൽ വരുന്ന പച്ച ബ്ലോക്കാണ് നിക്ഷേപം. അതായത് പുതിയ ഫാക്ടറികൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ. അടുത്തതായി വരുന്ന മഞ്ഞ ബ്ലോക്ക് സർക്കാർ ചെലവാണ്. റോഡുകൾ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പ്രതിരോധം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും മുകളിലുള്ള ആ ചെറിയ ചുവന്ന ബ്ലോക്കാണ് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസം. ഈ 4 ബ്ലോക്കുകളും കൂടിച്ചേരുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ മൊത്തം GDP കിട്ടുന്നത്. ഇനിയാണ് ശരിക്കുള്ള കളി. നമ്മളീ കണ്ട മൊത്തം GDP കണക്കും ഓരോ വ്യക്തിയുടെയും കയ്യിൽ കിട്ടുന്ന യഥാർത്ഥ വരുമാനവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും വ്യക്തമാവുന്നത്. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഇന്ത്യയുടെ മൊത്തം GDP ജപ്പാനേക്കാൾ വലുതാണെന്ന് ആദ്യത്തെ കോളത്തിൽ കാണാം. കൊള്ളാം. പക്ഷെ നേരെ വലതുവശത്തുള്ള പ്രതിശീർഷ GDP എന്ന കോളത്തിലേക്ക് നോക്കിയേ. അവിടെയാണ് യഥാർത്ഥ കഥയിരിക്കുന്നത്. ആ വ്യത്യാസം കണ്ടില്ലേ? ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം ഏകദേശം $2,700 ഒരു ശരാശരി ജപ്പാൻകാരന്റേത് $33,000. അതായത് ഏകദേശം 12 മടങ്ങ് കൂടുതൽ. ഇതാണ് ആ വലിയ കണക്കിനു പിന്നിലെ യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തി. രാജ്യത്തിന്റെ കണക്കുകൾ ഇത്ര വലുതാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് നമ്മുടെ പോക്കറ്റിൽ എത്താത്തത്? അതിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. ഈ അസമത്വം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. വിചാരിക്കുക, ഒരു ഗ്രാമത്തിൽ 10 പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള പണം കൂട്ടിനോക്കിയപ്പോൾ ആകെ 100 രൂപയുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ആ ഗ്രാമത്തിലെ ഒരാളുടെ കയ്യിൽ മാത്രം 90 രൂപയുണ്ട്. ബാക്കിയുള്ള 9 പേർക്കാണെങ്കിൽ ആകെ 10 രൂപയുള്ളൂ പങ്കുവയ്ക്കാൻ. അപ്പോൾ കണക്ക് പ്രകാരം ആ ഗ്രാമത്തിലെ ശരാശരി വരുമാനം ഒരാൾക്ക് 10 രൂപയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം പേരും പാവപ്പെട്ടവരാണ്, അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണം പോലെയാണ് ഇന്ത്യയിലെയും അവസ്ഥ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഗുണം എല്ലാവരിലേക്കും ഒരുപോലെയല്ല എത്തുന്നത്. വലിയൊരു ഭാഗം വലിയ കമ്പനികളിലേക്കും അതിസമ്പന്നരിലേക്കും പോകുന്നു. പോരാത്തതിന് വിലക്കയറ്റം കാരണം നമ്മുടെ ശമ്പളം വർധനവ് ഒന്നുമല്ലാതാകുന്നു. പിന്നെ പുതിയ ജോലികളുണ്ടാകുന്നില്ല. രാജ്യത്തെ 80% വരുന്ന സാധാരണ തൊഴിലാളികളെ GDP കണക്കുകളിൽ പലപ്പോഴും ശരിയായി ഉൾപ്പെടുത്താറുമില്ല. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം വ്യക്തമാകും. ഒരു രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ ജീവിത നിലവാരം അളക്കാൻ GDP എന്ന ഒരൊറ്റ സ്കെയിൽ മാത്രം ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല.
അപ്പൊ ജി.ഡി.പി കൊണ്ട് ഒരു ഉപയോഗവുമില്ലേ? അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ കിട്ടാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു വില കിട്ടാനുമൊക്കെ സർക്കാരുകൾക്ക് ജി.ഡി.പി വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. പക്ഷെ അത് നമ്മുടെ സന്തോഷമോ ജീവിത ചെലവോ അസമത്വമോ ഒന്നും അളക്കുന്നില്ല. അപ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യമറിയാൻ നമ്മൾ എങ്ങോട്ട് നോക്കണം? ജി.ഡി.പി പെർ ക്യാപിറ്റ, അതായത് ആളോഹരി വരുമാനം. ശമ്പളത്തിൽ ശരിക്കും എത്ര വർധനവുണ്ടായി? ഓരോ കുടുംബത്തിനും എത്ര രൂപ മിച്ചം വെക്കാൻ കഴിയുന്നുണ്ട്? തൊഴിലിന്റെ ഗുണമേന്മ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ ഒരു ചിത്രം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സത്യം. ഇന്ത്യ സാമ്പത്തികമായി ഒരു വലിയ രാജ്യമാണ്, പക്ഷേ അതൊരു സമ്പന്നമായ രാജ്യമല്ല. കാരണം ആ വളർച്ചയുടെ ഗുണങ്ങൾ വളരെ കുറച്ചു പേരിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. സാധാരണക്കാരായ നമ്മൾ വിലക്കയറ്റം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുമ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം ഒരു കുഴപ്പവുമില്ലാതെ മുകളിലോട്ട് പോകുന്നത്? ഇതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുത്ത തവണ കാണാം.